മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത പ്രകാരം ഭീഷ്മമുഖത്തു നിന്ന് ശ്രീ വാസുദേവ മഹിമകളെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് പിന്നെയും ഭഗവത് മഹിമാശ്രവണത്തിൽ തന്നെ ഉത്സുകനായിട്ട് ഇങ്ങനെ ചോദിച്ചു: പിതാമഹ, അവിടുന്ന് സർവജ്ഞനാണ്. അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേവന്മാരിലും അസുരന്മാരിലും ഋഷികളിലും മനുഷ്യരിലും വെച്ച് ആരാണ് ഈശ്വര മഹിമയെ കൂടുതൽ അറിയുന്നത്? അവർക്ക് എത്രത്തോളം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ച് യുധിഷ്ഠിരനോട് ഭീഷ്മാചാര്യൻ മറുപടി പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, ഞാനൊരു ഇതിഹാസം പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ടെന്റെ ചെറുപ്പകാലത്ത് ഞാൻ അമ്മയോടുകൂടി താമസിച്ചിരുന്ന അവസരത്തിൽ ഗംഗയിലെ ഒരു ദ്വീപിൽ 10 കൊല്ലക്കാലം തപസ് ചെയ്യുകയുണ്ടായി. ബാല്യത്തിൽ തന്നെ എനിക്ക് തത്വബോധമുണ്ടാവാനായിരുന്നു ആഗ്രഹം. തത്വാന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അക്കാലത്ത് 10 കൊല്ലക്കാലം തപസ് ആചരിച്ചത്. അക്കാലത്ത് എന്റെ അമ്മയായ ഗംഗാദേവിയും എന്നോട് കൂടി ആ ദ്വീപിൽ താമസിച്ചു വന്നിരുന്നു. ജപം, ധ്യാനം, പൂജ, നമസ്കാരം, സ്വാധ്യായം എന്നിവയായിരുന്നു എന്റെ തപോനിഷ്ഠയുടെ മുഖ്യ ഘടകങ്ങൾ. അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഞാൻ അമ്മയോടുകൂടി താത്വിക വിഷയമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടും പരന്ന ദിവ്യവും വിശാലവുമായ ഒരു തേജസ് ഞങ്ങൾക്ക് അഭിമുഖമായി ആകാശത്തു നിന്ന് താഴോട്ടിറങ്ങി വരുന്നത് കണ്ടു. ഞങ്ങൾ ആശ്ചര്യത്തോടുകൂടി അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ക്രമേണ ആ തേജപുഞ്ചം മന്ദരപർവ്വതത്തേക്കാൾ വലിപ്പമുള്ള വിഷ്ണുവാഹനമായ ഗരുഡനാണെന്ന് മനസ്സിലായി. അധികം താമസിക്കാതെ ആ സുവർണദേവൻ ഞങ്ങളുടെ മുന്നിൽ വന്നിറങ്ങി ഗംഗാസ്നാനത്തിനു വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. അമ്മയും ഞാനും അദ്ദേഹത്തെ വേണ്ട പോലെ മാനിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അനന്തരം വിഷ്ണു മഹിമയെക്കുറിച്ച് അറിയുന്നിടത്തോളം പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് ഞാൻ അപേക്ഷിച്ചു. എന്നിൽ കാരുണ്യമുള്ളവനായ ആ ഗരുഡ ഭഗവാൻ വാത്സല്യത്തോടുകൂടി പലതും പറഞ്ഞു തന്നു. ഹേ യുധിഷ്ഠിര, അന്ന് ഗരുഡദേവൻ പറഞ്ഞതിനെ ഞാൻ പറയാം, ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഗരുഡൻ അമൃത അപഹരണത്തിന് സ്വർഗത്തിൽ വന്നപ്പോഴാണ് വിഷ്ണു ഭഗവാനെ ആദ്യമായി അറിയാനും കാണാനും ഇടയായത്. ദേവന്മാരുടെ ശക്തിയെ മുഴുവൻ ജയിച്ച അജയ്യ പരാക്രമിയും അത്യന്ത ബലവാനുമായ ഗരുഡനെ ആദ്യം തന്നെ വരപ്രസാദം കൊണ്ട് സ്വാധീനിക്കാനാണ് ഭഗവാൻ ശ്രമിച്ചത്. എന്നാൽ പ്രഭാവശാലിയായ പക്ഷിരാജൻ അതിന് വഴങ്ങിയില്ല. ആവശ്യപ്പെടുന്ന വരം താൻ കൊടുക്കാമെന്നായി ഗരുഡൻ. അപ്പോൾ തന്റെ വാഹനമായിരിക്കണമെന്നാവശ്യപ്പെട്ടു ഭഗവാൻ. ഗരുഡന് വഴങ്ങാതിരിക്കാൻ വയ്യെന്നായി. അങ്ങനെ വിഷ്ണു വാഹനമായി തീർന്നു. താൻ മുകളിൽ ഇരിക്കാറായി തീരണമെന്ന് ഭഗവാനോട് വരം ചോദിച്ചതിന്റെ ഫലമായി ഭഗവാന്റെ തേർക്കൊടിമരത്തിൽ സ്ഥിതിയും കിട്ടി. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഭഗവദ്ദാസനായി കഴിഞ്ഞ ഗരുഡനോട് ഭഗവാന് പ്രത്യേക വാത്സല്യവും കാരുണ്യവും ഉണ്ടാവുകയും ചെയ്തു. ആ നിലയിൽ വളരെ കാലം ഭഗവത് സേവനം ചെയ്തു വന്ന ഗരുഡന് ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടായി. ഭഗവാൻ അത് അനുവദിക്കുകയും ചെയ്തു. അവിടുത്തെ നിർദ്ദേശപ്രകാരം ഗരുഡൻ ഒരു ദിവസം ബ്രഹ്മാണ്ടത്തിന്റെ ഇതര ഭാഗങ്ങളെ കാണാനായി പുറപ്പെട്ടു. സ്വതസിദ്ധമായ വായുവേഗത്തോടുകൂടി മേൽപോട്ട് പൊങ്ങി പറക്കാൻ തുടങ്ങി. വളരെ ദിവസങ്ങൾ വിശ്രമമില്ലാതെ വായുവേഗത്തിൽ പറന്നിട്ടും ഒരു ഭാഗത്ത് മറ്റം കാണാൻ കഴിഞ്ഞില്ല. വിചിത്രങ്ങളും അത്ഭുതകരങ്ങളും ചിലപ്പോൾ ഭയാനകങ്ങളുമായ അനേകം കാഴ്ചകളെ കാണുകയും ചെയ്തു. അനേകം ഭൂമികളെയും സ്വർഗങ്ങളെയും ഇതര ലോകങ്ങളെയും ഗരുഡൻ കണ്ടു. അതുപോലെ അനേകം ബ്രഹ്മദേവന്മാരെയും അവരുടെ വിചിത്രങ്ങളായ സൃഷ്ടിവിശേഷങ്ങളെയും കണ്ടു. പണ്ടൊരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അത്ഭുത സ്വരൂപികളായ ജീവികൾ നിറഞ്ഞ പല ലോകങ്ങളെയും കണ്ടു. ആശ്ചര്യം കൊണ്ടും ഭയം കൊണ്ടും ആവിഷ്ടനായി ഗരുഡൻ. അങ്ങനെ പല ലോകങ്ങളെയും കണ്ടുകൊണ്ട് പലയിടത്തും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഗരുഡപക്ഷികൾ മാത്രമുള്ളതായ ഒരു ലോകത്തെയും കണ്ടു. സാക്ഷാൽ ഗരുഡൻ അവരുടെ ഇടയിലെത്തിയപ്പോൾ കേവലം നിഷ്പ്രഭനായി. തന്നേക്കാൾ എത്രയോ അധികം ഇരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ കണ്ട ഗരുഡന്മാരെല്ലാം തന്നെയും. ഭയചകിതനായി ഗരുഡൻ മടങ്ങിപ്പോന്നു. അനേക ദിവസങ്ങൾ വായുവേഗത്തിൽ പറന്ന് പൂർവസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇത്രയൊക്കെയായിട്ടും
ബ്രഹ്മാണ്ടത്തിന്റെ അതിർത്തിയെ കാണാനോ വലിപ്പമെത്രയെന്നറിയാനോ കഴിഞ്ഞില്ല. ഇത് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ കഥയാണ്. അങ്ങനെ കോടി ബ്രഹ്മാണ്ടങ്ങൾ അവിടെവിടെയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചിദാകാശമാകുന്ന വിഷ്ണു ചൈതന്യത്തിന്റെ മഹിമ ആർക്കാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് ഗരുഡൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് മേലോട്ടുയർന്നു പോകുകയും ചെയ്തു. യുധിഷ്ഠിര, ഇങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും ചിന്തിച്ചാലും അതിർത്തിയോ അവസാനമോ ഇല്ലാത്തതാണ് വിഷ്ണു ഭഗവാന്റെ മഹിമ. ആർക്കും തന്നെ അതിനെ പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അനന്ത മഹിമ സ്വരൂപിയായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ദേവകീപുത്രനായി ശ്രീകൃഷ്ണനായി അവതരിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുകയും എന്നെ കടാക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ഉദ്ധരിക്കാനായി എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യം എന്ന പോലെ തന്നെ അപാരമാണ് അവിടുത്തെ കാരുണ്യവും വാത്സല്യവും. എന്നിലുള്ള കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളിയത്. ഇത്രയും കരുണാമയനും അനന്തമഹിമയോട് കൂടിയവനും സർവശക്തനും സർവജ്ഞനുമായ ഈ വാസുദേവനെ സേവിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് ക്ഷേമമാണ് കിട്ടാത്തത്. അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമായാൽ എല്ലാമായി ജന്മം സഫലമാകുകയും ചെയ്യും. പിതാമഹന്റെ മുഖത്തു നിന്ന് ഇത്രയും കേട്ടതായ യുധിഷ്ഠിര മഹാരാജാവ് അനന്തരം യോഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചു. അന്തര്യാമി സ്വരൂപേണ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീ വാസുദേവനെ അറിയാനും പ്രാപിക്കാനും കഴിയുന്നത് യോഗം കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. അതിനെ കേട്ട ഭീഷ്മാചാര്യൻ യുധിഷ്ഠിരന്റെ സംശയം തീരത്തക്ക നിലയിൽ അധ്യാത്മശാസ്ത്രത്തെ സാമാന്യമായി പ്രകരണ സ്വരൂപേണ പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി. യുധിഷ്ഠിര, ജഗൽക്കാരണമായ ബ്രഹ്മതത്വം നിർവിശേഷവും നിരാകാരവും അപരിച്ഛിന്നവുമാണ്. പ്രസ്തുത ബ്രഹ്മചൈതന്യത്തിൽ അനേകം ഭേദങ്ങളും സ്വരൂപങ്ങളും പരിച്ഛേദങ്ങളും സംഭവിച്ചു എന്ന പ്രതീതിയാണ് ജഗത്ത് അല്ലെങ്കിൽ സംസാരം. ബ്രഹ്മത്തിന്റെ പ്രകടശക്തിയാണ് കാലം. കാലമാണ് ജഗത്തിനും ജഗത്തിലെ സകല കാര്യങ്ങൾക്കും അനിഷേധ്യ കാരണമെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ചൂടും തണുപ്പും സുഖവും ദുഃഖവും ജനനവും മരണവുമെല്ലാം കാലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത്. സത്താമാത്രമായ ബ്രഹ്മചൈതന്യത്തിൽ കാലശക്തിയുടെ സ്ഫുരണമാണ് പല വിവർത്തഭാവങ്ങളും ഉണ്ടാവാൻ കാരണം. അനന്ത മഹിമാസ്വരൂപിയായ ശ്രീ വാസുദേവനാകുന്ന ബ്രഹ്മതത്വം കാലശക്തിയോട് ചേർന്നാണ് പ്രകൃതിയും മഹൽതത്വവും ത്രിഗുണങ്ങളും അഹങ്കാരങ്ങളുമൊക്കെയായി രൂപപ്പെട്ടത്. സാത്വിക അഹങ്കാരത്തിൽ കൂടെ വിജ്ഞാനോപാധികളാകുന്ന അന്ധകരണവും ജ്ഞാനേന്ദ്രിയങ്ങളും വികസിക്കുമ്പോൾ രാജസ അഹങ്കാരത്തിൽ കൂടി കർമ്മോപാധികളാകുന്ന പ്രാണനും കർമ്മേന്ദ്രിയങ്ങളും വികസിച്ചു. താമസ അഹങ്കാരത്തിൽ നിന്ന് അതേ സമയത്ത് പഞ്ചതന്മാത്രകളോടുകൂടി ആകാശാദി പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ക്രമേണ ഇവയുടെയെല്ലാം മാത്രകളുടെ സംഘാതമായിട്ടാണ് നവദ്വാരങ്ങളോടുകൂടിയ ഈ ശരീരമുണ്ടായത്. പറയപ്പെട്ട എല്ലാ കരണങ്ങളുടെയും വൃത്തികൾക്കും സാക്ഷി മാത്രനായി ഹൃദയത്തിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന പരമേശ്വരനെ യോഗം കൊണ്ടല്ലാതെ എങ്ങനെ കാണാൻ സാധിക്കും? ബാഹ്യ ആഭ്യന്തരങ്ങളായ എല്ലാ കരണങ്ങളിലും അവയുടെ വൃത്തികളിലും അഹന്താ മമതകളോടുകൂടി ഇരിക്കുന്നു ജീവൻ. അതുകാരണത്താൽ അനേകവിധ കർമ്മങ്ങളാലും വികാരങ്ങളാലും സുഖദുഃഖങ്ങളാലും ബദ്ധനായിരിക്കുന്ന ജീവൻ തന്റെ കർമ്മപ്രേരണയ്ക്കനുസരിച്ച് നാനാകാലദേശങ്ങളിൽ വിഭിന്നങ്ങളും വിചിത്രങ്ങളുമായ യോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. രാഗദ്വേഷങ്ങളും ആഗ്രഹങ്ങളുമാകുന്ന മനസ്സിന്റെ വികാരങ്ങൾക്ക് എപ്പോഴും വിധേയനായിക്കൊണ്ടിരിക്കുന്ന ജീവന് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും കർമ്മങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായി ജന്മങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ധാർമ്മികങ്ങളായ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ജന്മം നന്നാവുകയും കാലം കൊണ്ട് പ്രജ്ഞയ്ക്ക് ശുദ്ധി കൈവരികയും ചെയ്യും. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.